നമസ്കാരം. സകലമാന കേരളത്തിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകളിലേക്ക്. മാനന്തവാടിയിൽ ആദിവാസി യുവാവിനോടുള്ള ക്രൂരത ഡിജിപി അന്വേഷിക്കും. നിർദ്ദേശം നൽകി പോലീസ് മേധാവി. കാറിന്റെ വാതിലിൽ കൈ കുടുക്കി റോഡിലൂടെ വലിച്ചിഴച്ചത് ടൂറിസ്റ്റുകളുടെ തർക്കം തീർക്കാൻ ശ്രമിച്ച യുവാവിനെ കാർ കണ്ടെത്തി. പ്രതികൾ പിടിയിൽ. വധശ്രമത്തിന് കേസെടുത്തു. റോഡിൽ നിയമം തെറ്റിച്ചാൽ ഇനി കടുത്ത നടപടി. പോലീസും മോട്ടോർ വാഹന വകുപ്പും സംയുക്ത പരിശോധനയ്ക്ക്. കൂടുതൽ AI ക്യാമറകളും ഹൈവേകളിൽ 24 മണിക്കൂർ പെട്രോളിംഗും. തീരുമാനം ADGP വിളിച്ചു ചേർത്ത യോഗത്തിൽ. യോഗം യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക്. ന്യൂസ് 18 ലൈവത്തോണിന് പിന്നാലെ. സമരം അവസാനിപ്പിച്ച് സ്വിഗ്ഗി ജീവനക്കാർ. തീരുമാനം തൊഴിൽ മന്ത്രി നൽകിയ ഉറപ്പിൽ. ഈ മാസം 23-ന് മാനേജ്മെന്റുമായി മന്ത്രിയുടെ സാന്നിധ്യത്തിൽ ചർച്ച. തിരുവനന്തപുരം ജില്ലാ കലോത്സവത്തിൽ അഴിമതിയെന്ന ആരോപണം. അപ്പീലിൽ തഴഞ്ഞതിനെതിരെ DD ഓഫീസിൽ പ്രതിഷേധിച്ച് പട്ടം ഗേൾസ് ഹൈസ്കൂൾ വിദ്യാർത്ഥിനികൾ. സർക്കാർ സ്കൂളുകളിലെ കുട്ടികളോട് വിവേചനമെന്നും പരാതി. കൊല്ലം കണ്ണനല്ലൂരിൽ സ്കൂൾ ബസിന് തീപിടിച്ചു. ആളപായമില്ല. കുട്ടികളെ സുരക്ഷിതമായി മാറ്റി. വാർത്തകളിലേക്ക് വിശദമായി. വയനാട് മാനന്തവാടിയിൽ ആദിവാസി യുവാവിനെ റോഡിലൂടെ വലിച്ചിഴച്ച് കൊടും ക്രൂരത. പയ്യമ്പിള്ളിയിലെ മാതനെയാണ് കാറിന്റെ ഡോറിൽ കൈ ചേർത്ത് പിടിച്ച് 1/2 കിലോമീറ്ററിലധികം വലിച്ചിഴച്ചത്. 2 സംഘങ്ങൾ തമ്മിലുള്ള തർക്കത്തിൽ ഇടപെട്ടപ്പോഴായിരുന്നു ക്രൂരമർദ്ദനം. മനുഷ്യാവകാശ കമ്മീഷൻ സ്വമേധയാ കേസെടുത്തു. കേസിൽ യുവാവിനെ വലിച്ചിഴച്ച കാർ കണ്ടെത്തി. വയനാട് കണയമ്പറ്റ സ്വദേശി ഹാഷിദ് അലിയെ പോലീസ് പിടികൂടി. KL 52 H8733 നമ്പറിലുള്ള ചുവപ്പ് മാരുതി സെലേറിയോ കാറിലെത്തിയ 4-അംഗ സംഘമാണ് ആദിവാസി യുവാവിനോട് ക്രൂരത കാട്ടിയത്. കുറ്റിപ്പുറം സ്വദേശി മുഹമ്മദ് റിയാസിന്റെ ഉടമസ്ഥതയിലുള്ളതാണ് കാർ. ഇന്നലെ ഉച്ചയോടെ കൂടൽക്കടവ് ചെക്ക് ഡാം കാണാൻ എത്തിയതായിരുന്നു സംഘം. ഇതിനിടെ മറ്റൊരു സംഘവുമായി ഇവർ വാക്കുതർക്കത്തിലായി. അസഭ്യം പറഞ്ഞ് തർക്കം മൂത്തതോടെ ഇവരെ പിന്തിരിപ്പിക്കാൻ നാട്ടുകാർ ശ്രമിച്ചു. ഇതോടെ സംഘം നാട്ടുകാർക്ക് നേരെ തിരിഞ്ഞു. സംഘത്തിലെ ഒരാൾ കല്ലെടുത്ത് നാട്ടുകാരെ ആക്രമിക്കാൻ ശ്രമിച്ചതിനെ ചോദ്യം ചെയ്തപ്പോഴായിരുന്നു മാതന് നേരെയുള്ള ആക്രമണം. മാതനെ മർദ്ദിച്ച സംഘം കാറിന്റെ ഡോറിൽ കൈ ചേർത്ത് പിടിച്ച് 1/2 കിലോമീറ്ററിലധികം വലിച്ചിഴച്ചു. അരയ്ക്കും കൈകാലുകൾക്കും ഗുരുതരമായി പരിക്കേറ്റ മാതൻ മാനന്തവാടി മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ്. സംഭവത്തിൽ വധശ്രമത്തിന് പോലീസ് കേസെടുത്തു. ന്യൂസ് 18 വയനാട്. സ്വിഗ്ഗി ജീവനക്കാർ സമരം പിൻവലിച്ചു. തൊഴിൽ മന്ത്രിയുടെ ഇടപെടലിനെ തുടർന്നാണ് തീരുമാനം. ക്രിസ്മസിന് മുന്നോടിയായി 23-ാം തീയതി മാനേജ്മെന്റുമായി മന്ത്രിയുടെ സാന്നിധ്യത്തിൽ ചർച്ച ചെയ്യാമെന്ന ഉറപ്പിന്മേലാണ് പണിമുടക്ക് പിൻവലിച്ചത്. CITU-വിന്റെയും INTUC-യുടെയും പിന്തുണയോടെയാണ് രാവിലെ അനിശ്ചിതകാല സമരം തുടങ്ങിയത്. ഇൻസ്റ്റാമാർട്ട് ജീവനക്കാരും ഭക്ഷണ വിതരണക്കാരും സമരത്തിൽ പങ്കെടുത്തു. പാളയത്തെ ഇൻസ്റ്റാമാർട്ടിൽ ജോലിക്കെത്തിയവരും സമരക്കാരുമായുള്ള തർക്കം നേരിയ സംഘർഷത്തിന് ഇടയാക്കി. ടിപ്പല്ല കിലോമീറ്റർ ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും ഉടായ്പാണ് സ്വിഗ്ഗി കാണിക്കുന്നത്. എന്തായാലും റെഡ് കാർഡ് മാറാതെ ഈ സമരം പിൻവലിക്കുകയല്ല. അനിശ്ചിതകാല സമരം, വേതന വർധനവ് സ്വിഗ്ഗി മാനേജ്മെന്റ് തൊഴിലാളികളുമായിട്ട് ചർച്ചയ്ക്ക് വരുന്നത് വരെ സമരം തുടരും. നിനക്ക് കൂടി വേണ്ടിയിട്ടാണ് സംസാരിക്കണം. മനസ്സിലായ? നിനക്ക് കൂടി വേണ്ടിയിട്ടാണ്. നിനക്ക് കൂടി ഞങ്ങൾ ജോലി കളഞ്ഞിട്ട് സമരം ചെയ്യണത്. എന്താ ജോലി കളഞ്ഞിട്ട് സമരം? ഞങ്ങൾ ജോലി കളഞ്ഞിട്ട് സമരം. ഈ പുള്ളി പൈസ മേടിച്ചുകൊണ്ട് എന്റെ ID ബ്ലോക്ക് ചെയ്ത വ്യക്തിയാണ് ഈ പുള്ളി. മനസ്സിലായില്ലേ? പൈസ ഇന്നോണാണല്ലോ. എത്ര മണിക്കൂർ വർക്ക്? എത്ര മണിക്കൂർ ഞാൻ വർക്ക് ചെയ്തു? 15-16 മണിക്കൂർ. പൈസ വേണോ നീ ഓട്. പൈസ വേണോ നീ ഓട്. സ്കൂൾ കലോത്സവത്തിൽ ജില്ലാതലത്തിൽ അപ്പീലിൽ തഴയപ്പെട്ടതിൽ അഴിമതി ആരോപിച്ച് വിദ്യാർത്ഥിനികളുടെ പ്രതിഷേധം. പട്ടം ഗേൾസ് ഹൈസ്കൂൾ വിദ്യാർത്ഥിനികളാണ് DD ഓഫീസിൽ പ്രതിഷേധിച്ചത്. സ്വകാര്യ സ്കൂളുകളുടെ അപ്പീലുകൾ പരിഗണിക്കുമ്പോൾ സർക്കാർ സ്കൂളിലെ കുട്ടികളോട് വിവേചനം കാണിക്കുന്നുവെന്നാണ് പരാതി. ഇപ്പോൾ തിരുവനന്തപുരം
കലോത്സവത്തിന്റെ അപ്പീൽ വന്നിട്ടുണ്ട് തിരുവനന്തപുരത്തിന്റെ. ഇതിനകത്ത് നടന്നിരിക്കുന്നത് മൊത്തം ചതിയാണ്, അഴിമതിയാണ്. 213 33 അപ്പീലാണ് പാസ്സാക്കിയത്. ആ പാസ്സാക്കിയതിൽ 21 ഐറ്റം ഡാൻസിനാണ്. അതും കുച്ചിപ്പുടിക്ക് 5 എണ്ണം, മോഹിനിയാട്ടത്തിന് 5 എണ്ണം, കേരളത്തിന് 4 എണ്ണം, ഗ്രൂപ്പ് ഡാൻസിന് 4 എണ്ണം, ഇതുപോലെയാണ് കൊടുക്കുന്നത്. എന്നിട്ട് ബാക്കി 11 ഐറ്റം അങ്ങനെയൊക്കെ കൊടുക്കും. ഈ കൊടുക്കുന്നത് ആർക്കാ? പ്രൈവറ്റ് സ്കൂളിന്. അല്ലെങ്കിൽ ഒരു കൊച്ചിന് 5 ഐറ്റത്തിനും അപ്പീൽ കൊടുക്കുക, അല്ലെങ്കിൽ ഒരു സ്കൂളിന് 5 ഐറ്റത്തിന് അപ്പീൽ കൊടുക്കുക. ഇങ്ങനെയൊക്കെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ദർശന സ്കൂളിന്റെ 5 അപ്പീലുകളാണ് പാസ്സാക്കിയിട്ടുള്ളത്. കോട്ടൺ ഹിൽ സ്കൂളിന്റെ 4 അപ്പീലാണ് പാസ്സാക്കിയത്. അതും നോ ഗ്രേഡ് ഉൾപ്പെടെ ഐറ്റങ്ങൾ. നോ ഗ്രേഡ് ഐറ്റങ്ങൾക്ക് എങ്ങനെയാണ് അപ്പീൽ കൊടുക്കുക? നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല. അപകടം പേടിക്കാതെ യാത്ര ചെയ്യാനാകണം. സംസ്ഥാനത്തെ വാഹനാപകട പരമ്പരകളുടെ പശ്ചാത്തലത്തിൽ റോഡുകളിൽ സംയുക്ത പരിശോധനയ്ക്ക് തീരുമാനം. അമിതവേഗം, മദ്യപിച്ച് വാഹനമോടിക്കൽ, അശ്രദ്ധമായ ഡ്രൈവിംഗ് എന്നിവയിൽ പിടിവീഴും. പോലീസും മോട്ടോർ വാഹന വകുപ്പും ചേർന്നാണ് പരിശോധന നടത്തുക. ADGP മനോജ് എബ്രഹാം വിളിച്ചു ചേർത്ത ഉന്നതതല യോഗത്തിലാണ് തീരുമാനം. സംസ്ഥാനത്തെ റോഡുകളിലെ അപകട മേഖലകൾ കേന്ദ്രീകരിച്ചാകും തുടക്കത്തിൽ പോലീസിന്റെയും MVDയുടെയും പ്രത്യേക പരിശോധന. അമിതവേഗം, മദ്യപിച്ച് വാഹനമോടിക്കൽ, അശ്രദ്ധമായ ഡ്രൈവിംഗ്, ഹെൽമറ്റ്, സീറ്റ് ബെൽറ്റ് എന്നിവ ധരിക്കാതിരിക്കുക തുടങ്ങിയ ഗതാഗത ലംഘനങ്ങൾക്കും കർശന നടപടി സ്വീകരിക്കും. റോഡ് സുരക്ഷാ അതോറിറ്റി യോഗങ്ങൾ എല്ലാ ജില്ലകളിലും ചേരാനും തീരുമാനമായി. റോഡ് ഘടനയിലും ട്രാഫിക്കിലും വരുത്തേണ്ട മാറ്റങ്ങൾക്ക് രൂപരേഖ ഉടൻ തയ്യാറാക്കും. കാൽനട യാത്രക്കാരുടെ സുരക്ഷയ്ക്കായി ബോധവൽക്കരണം നടത്തും. ഈ ചലാനുകൾ അടയ്ക്കാനായി എല്ലാ ജില്ലകളിലും പ്രത്യേകം അദാലത്തുകൾ നടത്തും. ഹൈവേകളിൽ സ്പീഡ് റഡാറുകൾ ശക്തമാക്കും. ആൽക്കോമീറ്റർ സംവിധാനവുമായി എല്ലാ ഹൈവേകളിലും പോലീസ് വാഹനങ്ങൾ 24 മണിക്കൂറും പ്രവർത്തിക്കും. സംസ്ഥാന പാതകളിലും ചെറു റോഡുകളിലും AI ക്യാമറകൾ സ്ഥാപിക്കാനുള്ള ശുപാർശ തയ്യാറാക്കാനും ട്രാഫിക് ഐജിക്ക് ഉന്നതതല യോഗത്തിൽ ADGP മനോജ് എബ്രഹാം നിർദ്ദേശം നൽകി. ന്യൂസ് 18 തിരുവനന്തപുരം. റോഡ് അപകടങ്ങൾ തടയാൻ നടപടികളുമായി സർക്കാർ മുന്നോട്ടു പോകുമ്പോഴും ഇന്ന് നാടെങ്ങും അപകടങ്ങൾ. ഞായറാഴ്ച പുലർച്ചെ 4 പേരുടെ മരണത്തിനിടയാക്കിയ അപകടമുണ്ടായ പത്തനംതിട്ട കൂടലിന് വിളിപ്പുറത്തുണ്ടായ അപകടത്തിൽ ഒരാൾ മരിച്ചു. പാലക്കാട് വടക്കാഞ്ചേരിയിലും കോട്ടയം പാലയിലും കോഴിക്കോട് മുക്കത്തും അപകടങ്ങളുണ്ടായി. കഴിഞ്ഞ ദിവസം 4 പേർക്ക് ജീവൻ നഷ്ടമായ കൂടലിലെ അപകടസ്ഥലത്തിന് 1 കിലോമീറ്റർ അകലെയാണ് ഇന്നും അപകടമുണ്ടായത്. പിന്നോട്ടെടുത്ത ടിപ്പർ ലോറി ഇടിച്ച് കൂടൽ സ്വദേശി ഗംഗാധരൻ മരിച്ചു. കോട്ടയം പാലായിൽ നിർത്തിയിട്ടിരുന്ന ലോറിയുടെ പിന്നിൽ കാറിടിച്ചാണ് അമ്മയ്ക്കും മക്കൾക്കും പരിക്കേറ്റത്. എലിക്കുളം സ്വദേശി ജയലക്ഷ്മിയും ഇവരുടെ 4ഉം 1ഉം വയസ്സുള്ള കുട്ടികളും ചികിത്സയിലാണ്. പുലർച്ചെ 3:30യോടെ പൊൻകുന്നം റോഡിൽ ചരളയിലായിരുന്നു അപകടം. ഡ്രൈവർ ഉറങ്ങിയതാണ് അപകട കാരണം. മുക്കം അരീക്കോട് റോഡിൽ ഒമ്നി വാൻ പോസ്റ്റിലിടിച്ചു കയറി യാത്രക്കാർക്ക് പരിക്കുപറ്റി. മണ്ണുത്തി വാളയാർ ദേശീയപാതയിലും ഇന്ന് അപകടമുണ്ടായി. മംഗലത്ത് വച്ച് നിയന്ത്രണം വിട്ട കാർ ഡിവൈഡറിലിടിച്ച് മറിയുകയായിരുന്നു. പരിക്കേറ്റ ചീരക്കുഴി സ്വദേശി അഷ്റഫും പാലക്കുഴി സ്വദേശി ജോമോനും ചികിത്സയിലാണ്. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. പാലക്കാട് പനയമ്പാടത്ത് 4 വിദ്യാർത്ഥികളുടെ മരണത്തിനിടയാക്കിയ അപകടത്തിനു പിന്നാലെ അടച്ച കരിമ്പ സ്കൂൾ തുറന്നു. അനുശോചന യോഗത്തിന് ശേഷമായിരുന്നു ക്ലാസ് തുടങ്ങിയത്. അതേസമയം അപകടമുണ്ടായ പനയമ്പാടത്ത് റോഡ് സുരക്ഷയ്ക്കായി നടപടി തുടങ്ങി. ദിവസങ്ങൾക്ക് മുൻപ് റിതയും നിതയും ആയിഷയും ഇർഫാനെയും കളിച്ചു ചിരിച്ച് നടന്ന സ്കൂൾ മുറ്റത്ത് മൂകത മാത്രം. ഓർമ്മപ്പൂക്കൾ സമർപ്പിക്കാൻ സഹപാഠികൾ ഒത്തുചേർന്നു. കൂട്ടുകാരുടെ വേർപാടുണ്ടാക്കിയ ദുഃഖത്തിൽ നിന്നും പലരും മോചിതരായിട്ടില്ല. അപകടത്തിൽ തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ട അജ്ന ഇന്ന് സ്കൂളിലെത്തിയില്ല. അപകടമുണ്ടാക്കിയ ആഘാതത്തിലാണ് അജ്ന. അപകടത്തെ തുടർന്നടച്ച കരിമ്പ സ്കൂൾ 3 ദിവസങ്ങൾക്ക് ശേഷമാണ് തുറന്നത്. അധ്യാപകരും വിദ്യാർത്ഥികളും കറുത്ത ബാഡ്ജണിഞ്ഞെത്തി. അവരുടെ ഓർമ്മകൾക്ക് മുന്നിൽ കണ്ണീർ പ്രണാമം അർപ്പിച്ചുകൊണ്ട് അവരുടെ ആത്മാവിന് നിത്യശാന്തി ലഭിക്കുവാൻ വേണ്ടി യോഗം ആരംഭിക്കുന്നതിന് മുമ്പ് എല്ലാവരും 1 മിനിറ്റ് മൗനം ആചരിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. സ്വപ്നങ്ങൾ ബാക്കിയാക്കി മടങ്ങിയവരുടെ കുടുംബത്തിന് കൈത്താങ്ങാകുമെന്ന് PTA. നമ്മളുടെ കൂടെ നിന്നും നഷ്ടപ്പെട്ടു പോയ അവരുടെ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കാൻ നമ്മൾ പരിശ്രമിക്കുക എന്നുള്ളതേ നമുക്ക് ചെയ്യാനുള്ളൂ. അവരുടെ കുടുംബങ്ങൾക്ക്
എന്തെങ്കിലും പ്രയാസങ്ങളുണ്ടെങ്കിൽ അതിന് പരിഹരിച്ചു കൊടുക്കുക. ആ കുരുന്നുകളുടെ സ്വപ്നങ്ങൾ അത് പൂർത്തിയാക്കാനായി യത്നിക്കുക. ഈ കാര്യങ്ങൾ നമ്മുടെ ഭാഗത്ത് നിന്ന് നമ്മൾ ചെയ്യും എന്നുള്ളൊരു പ്രതിജ്ഞ നമുക്കിന്നെടുക്കാം. അതേസമയം പനയമ്പാടത്ത് റോഡിന്റെ സുരക്ഷ കൂട്ടുന്നതിനായി നടപടി തുടങ്ങി. അപകടമുണ്ടായയിടത്ത് ഡിവൈഡർ സ്ഥാപിച്ചു. റോഡിന്റെ ഗ്രിപ്പിംഗ് കൂട്ടുന്ന പ്രവൃത്തികൾ പുരോഗമിക്കുകയാണ്. ന്യൂസ് 18 പാലക്കാട്. തൃശൂരിൽ ബൈക്കിൽ ബസ്സിടിച്ച് ഒരു മരണം. തൊട്ടിപ്പാൽ സ്വദേശി വിൻസെന്റ് ആണ് മരിച്ചത്. ബൈക്കിൽ ഒപ്പമുണ്ടായിരുന്ന മകളെ ഗുരുതര പരിക്കുകളോടെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. തൃശൂർ കൊടുങ്ങല്ലൂർ റൂട്ടിലോടുന്ന ലിമിറ്റഡ് സ്റ്റോപ്പ് ബസ്സുമായാണ് ബൈക്ക് കൂട്ടിയിടിച്ചത്. ഇന്ന് വൈകുന്നേരം 5:30 സംഭവം. പത്തനംതിട്ട റാന്നിയിൽ യുവാവിനെ കാർ ഇടിച്ചു കൊലപ്പെടുത്തിയ കേസിൽ പ്രതികൾ പിടിയിൽ. പാർക്കിങ്ങിനെ ചൊല്ലിയുള്ള തർക്കമാണ് റാന്നി സ്വദേശി അമ്പാടിയുടെ കൊലപാതകത്തിലേക്ക് നയിച്ചത്. ആദ്യം അപകടം എന്ന് കരുതിയെങ്കിലും പോലീസിന്റെ വിശദമായ അന്വേഷണത്തിലാണ് കൊലപാതകമെന്ന് തെളിഞ്ഞത്. കേസിൽ 4 പ്രതികളാണ് പിടിയിലായത്. അജോ, അരവിന്ദ്, ശ്രീകുട്ടൻ എന്നിവരെ എറണാകുളത്ത് നിന്നും അക്സം കലീമിനെ റാന്നിയിൽ നിന്നുമാണ് പിടികൂടിയത്. ഇന്നലെ രാത്രിയാണ് റാന്നി ചേതാങ്കൽ സ്വദേശി അമ്പാടി സുരേഷിനെ സംഘം കാറിടിച്ച് കൊലപ്പെടുത്തിയത്. റാന്നി ബീവറേജിന് സമീപം പാർക്കിങ്ങിനെ ചൊല്ലിയുള്ള തർക്കമാണ് കൊലപാതകത്തിലേക്ക് നയിച്ചത്. കൊല്ലപ്പെട്ട അമ്പാടിയും പ്രതികളും തമ്മിൽ തർക്കമുണ്ടായതിനെ തുടർന്ന് വഴിയരികിൽ നിൽക്കുകയായിരുന്ന അമ്പാടിയെ സംഘം കാറിടിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു. ഇടിച്ച ശേഷം വാഹനം നിർത്താതെ പോയി. പ്ലാൻ ചെയ്തൊരു മർഡർ ആണോ എന്നുള്ളത് പോലീസ് കൃത്യമായി അന്വേഷിക്കുന്നുണ്ട്. മർഡർ ആണെന്നുള്ളത് കൃത്യമായി പോലീസ് സ്ഥിരീകരിച്ചു. പ്രതികളെ സംബന്ധിച്ച് വാഹനത്തെ കൃത്യമായി പോലീസ് അക്കാര്യത്തിൽ സ്ഥിരീകരിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ആദ്യം അപകടമരണം എന്നാണ് ബന്ധുക്കളും നാട്ടുകാരും കരുതിയിരുന്നതെങ്കിലും പോലീസിന്റെ വിശദമായ പരിശോധനയിലാണ് മുൻകൂട്ടിയുള്ള കൊലപാതകമെന്ന് തെളിഞ്ഞത്. ന്യൂസ് 18 പത്തനംതിട്ട. കൊല്ലം കണ്ണനല്ലൂരിൽ സ്കൂൾ ബസ്സിന് തീപിടിച്ചു. ആളപായമില്ല. സുരക്ഷിതമായി കുട്ടികളെ മാറ്റി. ഫയർഫോഴ്സ് എത്തി തീയണച്ചു. സംസ്ഥാനത്ത് വൈദ്യുതി ചാർജ് വർദ്ധിപ്പിച്ചതിൽ പ്രതിഷേധം. കോഴിക്കോട് മുക്കം KSEB ഓഫീസിലേക്ക് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധം. KPCC ജനറൽ സെക്രട്ടറി K. ജയന്ത് ഉദ്ഘാടനം ചെയ്തു. കോഴിക്കോട് മുക്കത്തെ അനധികൃത ഫ്ലെക്സ് ബോർഡുകൾ നീക്കം ചെയ്തു. ഹൈക്കോടതി നിർദ്ദേശപ്രകാരമാണ് നടപടി. ആദ്യഘട്ടത്തിൽ നഗരസഭാ ബോർഡുകൾ നീക്കും. വീണ്ടും സ്ഥാപിച്ചാൽ സ്ഥാപനത്തിനെതിരെ 5000 രൂപ പിഴ ഈടാക്കുന്നതടക്കമുള്ള നടപടി സ്വീകരിക്കുമെന്ന് മുക്കം നഗരസഭാ സെക്രട്ടറി ബിബിൻ ജോസഫ് അറിയിച്ചു. ഇടുക്കി മാങ്കുളം ആനക്കുളത്ത് കാട്ടാനയെ അവശനിലയിൽ കണ്ടെത്തി. ആനയുടെ വലതു മുൻകാലിന് അസുഖം ബാധിച്ചിട്ടുണ്ടാകാമെന്നാണ് അധികൃതരുടെ നിഗമനം. പിടിയാനയെയാണ് അവശനിലയിൽ കണ്ടത്. വനംവകുപ്പ് ഉദ്യോഗസ്ഥരും വെറ്റിനറി ഡോക്ടറും ആനയെ നിരീക്ഷിച്ചു വരികയാണ്. മലപ്പുറം വളാഞ്ചേരിയിൽ വാർഡിലെ മുഴുവൻ വീടുകളിലേക്കും അടുക്കളത്തോട്ടത്തിലേക്ക് ആവശ്യമായ പച്ചക്കറി തൈകൾ വെച്ചുപിടിപ്പിച്ചിരിക്കുകയാണ് ഒരു കൗൺസിലർ. വളാഞ്ചേരി നഗരസഭയിലെ വാർഡ് കൗൺസിലറായ ഈസ നമ്പ്രത്താണ് പദ്ധതിക്ക് തുടക്കമിട്ടിരിക്കുന്നത്. വീട്ടിൽ ഉണ്ടാക്കിയെടുത്ത പച്ചക്കറി തൈകൾക്കൊപ്പം വിത്തുകളും വിതരണം ചെയ്യാനാണ് തീരുമാനം. ഒഴിവുവേളകളിൽ കുടുംബത്തോടൊപ്പം നിരവധി പച്ചക്കറികളാണ് വീട്ടിൽ ഈസ നട്ടുവളർത്തുന്നത്. വീട്ടിലേക്ക് ആവശ്യമായ പച്ചക്കറികൾ ലഭിക്കാൻ തുടങ്ങിയപ്പോൾ അത് മറ്റുള്ളവരിലേക്കും എങ്ങനെ എത്തിക്കുമെന്ന ചിന്തയിലാണ് തന്റെ വാർഡിലെ മുഴുവൻ വീടുകളിലേക്കുമുള്ള പച്ചക്കറി തൈകളും വിത്തുകളും ഉണ്ടാക്കി തുടങ്ങിയത്. വെണ്ട, വഴുതന, തക്കാളി, പച്ചമുളക് എന്നിവയുടെ തൈകളും വിത്തുകളുമാണ് കൗൺസിലർ നിർമ്മിച്ചെടുക്കുന്നത്. വാർഡിലെ 320 വീടുകളിലേക്കും ഇവ എത്തിക്കാനാണ് തീരുമാനം. ജൈവവളം ഉപയോഗിച്ചാണ് ഈസ വീടിനോട് ചേർന്ന പറമ്പിൽ കൃഷി ആരംഭിച്ചത്. വളാഞ്ചേരി നഗരസഭയുടെ സമഗ്ര പച്ചക്കറി കൃഷി എന്ന പദ്ധതിയുടെ ഭാഗമായി കൃഷിഭവനിൽ നിന്നും ലഭിച്ച തൈകളും സ്വന്തമായി വാങ്ങിയവയും ചേർത്താണ് കുറച്ചു നാളുകൾക്ക് മുൻപ് കൃഷി ആരംഭിച്ചത്. ഭാര്യയും മക്കളും മറ്റു ബന്ധുക്കളുമെല്ലാം കൃഷിയിടത്തിൽ ഒപ്പമുണ്ട്.
ആവശ്യമായ വിഷരഹിതമായ പച്ചക്കറികൾ നമ്മുടെ വീടുകളിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാമെന്ന് തെളിയിക്കുന്നതിനോടൊപ്പം മറ്റുള്ളവരിലേക്കും ആശയം എത്തിച്ച് മാതൃകയാവുകയാണ് ഈ കൗൺസിലർ. ന്യൂസ് 18 വളാഞ്ചേരി. യൗവനത്തിന്റെ ഓർമ്മകളെ താലോലിച്ച് നിശാഗന്ധിയിൽ വീണ്ടും അവർ ഒത്തുകൂടി. സാംസ്കാരിക വകുപ്പിന്റെ നേതൃത്വത്തിൽ ചലച്ചിത്ര അക്കാദമി സംഘടിപ്പിച്ച മറക്കിലൊരിക്കലും എന്ന പരിപാടിയാണ് താരസംഗമ വേദിയായത്. 1950 മുതൽ മലയാള ചലച്ചിത്ര രംഗത്ത് നിറസാന്നിധ്യമായി മാറിയ പ്രതിഭകളാണ് അന്താരാഷ്ട്ര ചലച്ചിത്രമേളയുടെ ഭാഗമായി ഒത്തുചേർന്നത്. മലയാള ചലച്ചിത്ര രംഗത്തിന്റെ ചരിത്രത്തിലേക്ക് കൂടിയുള്ള തിരിഞ്ഞുനോട്ടമായി മാറി ഈ ഒത്തുചേരൽ. ടി.ആർ. ഓമന മുതൽ ശാന്തി കൃഷ്ണ വരെ 1950 മുതൽ 3.5 ദശാബ്ദത്തോളം മലയാള സിനിമയിൽ സാന്നിധ്യമറിയിച്ച താരങ്ങളാണ് വീണ്ടും ഒത്തുകൂടിയത്. ചലച്ചിത്രമേളയുടെ ഭാഗമായി പഴയകാല സ്മരണകളിൽ ഒഴിച്ചുകൂടാനാകാത്ത 21 അഭിനേത്രികൾ നിശാഗന്ധിയിലെ വേദിയിൽ ഒത്തുചേർന്നു. നടിമാരായ രാജശ്രീ, കെ.ആർ. വിജയ, മല്ലിക സുകുമാരൻ, മേനക, ജലജ, വിധുബാല തുടങ്ങിയവരും ആദരവേറ്റുവാങ്ങാനെത്തി. ഇങ്ങനെയൊരു കൂടിച്ചേരൽ സാധ്യമാക്കാനായതിൻ്റെ സന്തോഷം ചലച്ചിത്ര അക്കാദമി ചെയർമാൻ പ്രേംകുമാറും പങ്കുവച്ചു. മലയാള സിനിമയുടെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് കാലം മുതൽ വെള്ളിത്തിരിയെ സമ്പന്നമാക്കിയ പഴയകാല താരങ്ങളെ സാംസ്കാരിക വകുപ്പിനു വേണ്ടി മന്ത്രി സജി ചെറിയാനും പൊന്നാടി അണിയിച്ച് ആദരിച്ചു. ന്യൂസ് 18 തിരുവനന്തപുരം. അവിരാജന്റെ സ്വന്തം ഇണങ്ങത്തി എന്ന സിനിമ റിലീസിനൊരുങ്ങുന്നു. സിനിമയിലെ 3 ഗാനങ്ങളുടെയും പ്രകാശനം തിരുവനന്തപുരത്ത് നടന്നു. ശൈലശ്രീ മീഡിയ ക്രിയേഷൻസിന്റെ ബാനറിൽ സിനിമ നിർമ്മിച്ചത് ശൈലജ ശ്രീനിവാസനാണ്. സംവിധാനം സോണി ജോസഫ്. മുൻ ചീഫ് സെക്രട്ടറിയും ഗാനരചയിതാവുമായ കെ ജയകുമാർ പ്രകാശന ചടങ്ങിൽ പങ്കെടുത്തു. തിരക്കഥ ഒരുക്കിയത് ശ്രീനിവാസൻ നായരും മധു തൊടുപുഴയും ചേർന്ന്. ചിത്രത്തിലെ ഒരു ഗാനം ആലപിച്ചിരിക്കുന്നത് ന്യൂസ് 18 അസിസ്റ്റന്റ് ന്യൂസ് എഡിറ്റർ സജീവ് സി വാര്യരാണ്. ശ്രീനിവാസൻ നായരുടെ വരികൾക്ക് ഈണം പകർന്നത് അനിൽ കൃഷ്ണയും രവീന്ദ്രൻ തിരുവല്ലയുമാണ്. മാലിന്യമുക്ത നവകേരളം ഇനി ഞാൻ ഒഴുകട്ടെ ക്യാമ്പയിൻ 3ാം ഘട്ട സംസ്ഥാന ഉദ്ഘാടനം പാലക്കാട് തൃത്താലയിൽ നടന്നു. തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി MP രാജേഷ് ഉദ്ഘാടനം ചെയ്തു. ബോധവൽക്കരണം കൊണ്ട് ബോധം വീഴുമെങ്കിൽ നാടെന്നേ നന്നായേനെയെന്ന് മന്ത്രി MP രാജേഷ് അഭിപ്രായപ്പെട്ടു. പാലക്കാട് തൃത്താല ഗ്രാമപഞ്ചായത്തിലുള്ള കണ്ണനൂർ തോട് വീണ്ടെടുക്കാനുള്ള ശുചീകരണ പ്രവർത്തനങ്ങളോടെയാണ് ഹരിത കേരളം മിഷൻ സംഘടിപ്പിക്കുന്ന ഇനി ഞാൻ ഒഴുകട്ടെ ക്യാമ്പയിന്റെ 3ാം ഘട്ടത്തിന് സംസ്ഥാനത്ത് തുടക്കമിട്ടത്. തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി MP രാജേഷ് ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാനത്താകെയുള്ള നീർച്ചാലുകൾ ജനങ്ങളെയാകെ അണിനിരത്തി ജനപങ്കാളിത്തത്തോടെ വൃത്തിയാക്കി പുനരുജ്ജീവിപ്പിക്കുന്നതിന് ഹരിത കേരള മിഷൻ ആവിഷ്കരിച്ച പദ്ധതിയാണ് ഇനി ഞാൻ ഒഴുകട്ടെ. കേരളത്തെ മാതൃകാപരമായ രീതിയിൽ ശുചിത്വമുള്ള സംസ്ഥാനമാക്കി മാറ്റാൻ ലക്ഷ്യമിട്ടാണ് സംസ്ഥാന സർക്കാർ മാലിന്യമുക്തം നവകേരളം പ്രഖ്യാപിച്ചത്. ജനകീയ ക്യാമ്പയിനിൽ സംസ്ഥാനത്തെ മുഴുവൻ നീർച്ചാലുകളും ജലസ്രോതസ്സുകളും ശുചീകരിച്ച് വീണ്ടെടുക്കുന്ന പ്രവർത്തനവും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. വിവിധ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാർ, തദ്ദേശ സാരഥികൾ, ഹരിത കേരള മിഷൻ ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് 18 തൃത്താല. ശരണമന്ത്രമുഖരിതം സന്നിധാനം. ശബരീശ ദർശനം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മിൽമ ഗീ. വ്രതശുദ്ധിയുടെയും നന്മയുടെയും നാളുകൾ പരിശുദ്ധമാക്കാം മിൽമയ്ക്കൊപ്പം. ശബരിമലയിൽ കാനനപാത വഴി എത്തുന്നവർക്ക് ദർശനത്തിന് പുതിയ സൗകര്യമൊരുങ്ങുന്നു. എരുമേലി വഴി എത്തുന്നവർ നേരിട്ട് വാവർ നട വഴി പ്രവേശനം നൽകാനാണ് തീരുമാനം. നേരത്തെ പുല്ലുമേട് വഴി വരുന്നവർക്ക് മാത്രമായിരുന്നു ഈ സൗകര്യം. ഭക്തരുടെ ആവശ്യം പരിഗണിച്ചാണ് ദേവസ്വം ബോർഡും സർക്കാരും പുതിയ സൗകര്യമൊരുക്കുന്നത്. എരുമേലി വഴി കരിമല താണ്ടിയെത്തുന്ന ഭക്തർ വാഹനങ്ങളിൽ യാത്ര ചെയ്തെത്തുന്നവർക്കൊപ്പം പിന്നെയും മണിക്കൂറുകൾ ക്യൂ നിൽക്കേണ്ട സാഹചര്യമായിരുന്നു. ഇതൊഴിവാക്കാനാണ് പ്രത്യേക പാസ് നൽകി കൂടുതൽ സൗകര്യം ഏർപ്പെടുത്തുന്നത്. നീലിമല കയറാതെ സ്വാമിയയ്യപ്പൻ റോഡ് വഴി ഇവർക്ക് സന്നിധാനത്തെത്താം. നടപ്പന്തലിലും ഇവർക്ക് വരി നിൽക്കേണ്ടതില്ല. നേരെ വാവര് നടയ്ക്ക് സമീപത്തെ പ്രവേശന കവാടത്തിലൂടെ 18ാം പടിയിലെത്താം. അവിടുന്ന് വരുന്ന ഭക്തർക്ക് 18 കിലോമീറ്റർ നടന്നു വരുന്നവരാണ്. അവരെ വീണ്ടും ഈ ക്യൂ നിർത്തുക എന്ന് പറയുന്നത് ഒരു ശരിയല്ല എന്നുള്ള ഒരു നിർദ്ദേശം വന്നതിന്റെ അടിസ്ഥാനത്തിലാണ്
നമ്മളങ്ങനെ ഒരു തീരുമാനം എടുത്തിരിക്കുന്നത്. അവിടുന്ന് വരുന്നവർക്ക് മാത്രമായി പ്രത്യേക ഒരു ടാഗ് കൊടുക്കും. നടപ്പന്തലിൽ പോലും ക്യൂ നിൽക്കാതെ പുൽമേട് വഴി വരുന്നവരെയും എരുമേലിയിൽ നിന്ന് വരുന്നവരെയും ഒരുമിച്ച് ഒരു ക്രമീകരണം ഉണ്ടാക്കാനാണ് നമ്മൾ ആലോചിക്കുന്നത്. പുല്ലുമേട് വഴി കാനനപാത താണ്ടിയെത്തുന്നവർക്ക് നേരത്തെ തന്നെ ഈ സൗകര്യം ഏർപ്പെടുത്തിയിരുന്നു. വനം വകുപ്പാണ് ഇവിടെ പാസ് നൽകുന്നത്. സമാനമായ രീതിയിൽ എരുമേലി മുക്കുഴിയിൽ വനം വകുപ്പ് ചെക്ക് പോസ്റ്റിൽ പാസ് നൽകാനാണ് തീരുമാനം. ഏറ്റവും അടുത്ത ദിവസങ്ങളിൽ തന്നെ പുതിയ സംവിധാനം പ്രാബല്യത്തിൽ വരും. അരുൺ പാലോടിനൊപ്പം ജി ശ്രീജിത്ത്, ന്യൂസ് 18 സന്നിധാനം. പമ്പ നിലയ്ക്കൽ പാതയിൽ നിലയുറപ്പിച്ച് കാട്ടുകൊമ്പൻ. തീർത്ഥാടകരുടെ വാഹനങ്ങൾക്ക് സമീപം വരെ കൊമ്പനെത്തി. വാഹനങ്ങൾ ഒതുക്കി നൽകിയതോടെ ആന കാട് കയറി. രാവിലെ 7 മണിയോടെയാണ് കാട്ടാന ഇറങ്ങിയത്. ശബരീശ ദർശനം നിങ്ങൾക്കായി സമർപ്പിച്ചത് മിൽമാഗി. വ്രതശുദ്ധിയുടെയും നന്മയുടെയും നാളുകൾ പരിശുദ്ധമാക്കാം മിൽമയ്ക്കൊപ്പം. ട്രെയിനിൽ യാത്രക്കാരുടെ മാല കവർന്ന കേസിൽ പ്രതി അറസ്റ്റിൽ. വല്ലപ്പുഴ കുറുവട്ടൂർ സ്വദേശി ഷാഹുൽ ഹമീദിനെയാണ് പിടികൂടിയത്. ഷൊർണൂർ നിലമ്പൂർ ട്രെയിനിൽ യാത്ര ചെയ്ത നിലമ്പൂർ സ്വദേശിയുടെ മാലയാണ് കവർന്നത്. എക്സൈസ് ഉദ്യോഗസ്ഥന്റെ വീട്ടിൽ അബ്കാരി കേസ് പ്രതിയുടെ അതിക്രമത്തിൽ എക്സൈസ് പ്രിവന്റീവ് ഓഫീസറുടെ ഭാര്യയ്ക്ക് പരുക്കേറ്റു. പ്രതി രാകേഷിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. അനധികൃത മദ്യവിൽപ്പനയിലെടുത്ത കേസിന്റെ വൈരാഗ്യത്തിലായിരുന്നു അതിക്രമം. ഞായറാഴ്ച വൈകിട്ടാണ് എക്സൈസ് ഉദ്യോഗസ്ഥനും പറവൂർ കെടാമംഗലം സ്വദേശിയുമായ ഹനീഷിന്റെ വീടിന് നേരെ ആക്രമണമുണ്ടായത്. ഹനീഷിന്റെ അയൽവാസി കൂടിയായ രാകേഷാണ് അതിക്രമം നടത്തിയത്. വീടിന്റെ പോർച്ചിലുണ്ടായിരുന്ന കാറിന്റെ ബോണറ്റ് കരിങ്കല്ലുകൊണ്ട് ഇടിച്ച് കേടുപാട് വരുത്തി. വീടിന്റെ ജനൽ ചില്ലും തകർത്തു. 4 തവണയായി ഉണ്ടായ ആക്രമണത്തിൽ പ്രതി വീട്ടിലേക്ക് കുപ്പിയും വലിച്ചെറിഞ്ഞു. ഇന്നലെ വൈകുന്നേരം എൻ്റെ വീട്ടിൽ ഒരു 3:30 കഴിഞ്ഞപ്പോൾ ഞാനിവിടെ ഉണ്ടായിരുന്നില്ല, ഓഫീസിലായിരുന്നു. എൻ്റെ വൈഫും എൻ്റെ അമ്മയും എൻ്റെ മോനും മാത്രമേ ഉള്ളൂ. ഈ രാകേഷ് എന്ന് പറഞ്ഞ ആൾ വീട്ടിൽ കയറി വന്നിട്ട് എൻ്റെ കാറിനും എൻ്റെ വീടിൻ്റെ ചില്ലും ഒക്കെ തല്ലി തകർത്ത് പോയി. പിന്നെ രാത്രി 11 മണിയായപ്പോൾ വന്നു. അപ്പോഴും ഇതുപോലെ ചില്ലറിഞ്ഞപ്പോൾ പോലീസുകാരെ വിളിച്ച് പോലീസ് വണ്ടി വന്നു. പിന്നെ 1 മണിക്ക് വന്നു. പിന്നെ രാത്രി 2 മണിക്ക് വന്നിട്ടാണ് വീണ്ടും ഇതുമായുള്ള അതിക്രമങ്ങൾ ചെയ്തേക്കുന്നത്. ഭാര്യയും മകനും അമ്മയും മാത്രമായിരുന്നു പകൽ സമയത്ത് നടന്ന ആക്രമണത്തിൽ വീട്ടിലുണ്ടായിരുന്നത്. പ്രതി രാകേഷിനെ പറവൂർ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ന്യൂസ് 18 കൊച്ചി. സ്വർണം 22 ക്യാരറ്റിന് ഗ്രാമിന് 7140 രൂപ, പവന് 57,120 രൂപ. സ്വർണം 18 ക്യാരറ്റിന് ഗ്രാമിന് 5895, 47,160 രൂപ. വെള്ളി ഗ്രാമിന് 97, കിലോയ്ക്ക് 97,000. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ചൂസ് യുവർ സ്പെഷ്യൽ. സകലമാന കേരളം ഇവിടെ പൂർണ്ണമാവുകയാണ്. ഇനി പ്രൈം ഡിബേറ്റുമായി മഞ്ജുഷ് ഗോപാൽ ചേരും.